ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും 2:3 എന്ന അംശബന്ധത്തിലാണ്. ആൺകുട്ടികൾ 3 പേർ ക്ലാസ്സിൽ പുതുതായി ചേരുകയും ആൺകുട്ടികൾ 3 ആൾക്കാർ പുതുതായി ചേരുകയും പെൺകുട്ടികൾ 3 പേർ പുറത്തു പോവുകയും ചെയ്തപ്പോൾ എന്താണ് 1:1 ആയി. അതായത് ഈ പറയുന്ന ആൺകുട്ടികൾ 3 ആൾക്കാർ ചേരും അതേ സമയം തന്നെ 3 പെൺകുട്ടികൾ പോകുമ്പോൾ എന്താണ് ക്ലാസ്സിലുള്ള കുട്ടികളുടെ അംശബന്ധം എന്ന് പറയുന്നത് 1:1 ആയി. അതായത് സെയിം ആയി. അങ്ങനെയെങ്കിൽ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ചോദ്യം. സോ ആദ്യം ഉണ്ടായിരുന്ന അംശബന്ധം എന്ന് പറയുന്നത് 2:3 ആണ്. നമ്മൾ അംശബന്ധത്തിന്റെ കേസിലുള്ള ഏതൊരു പ്രോബ്ലംസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 2x:3x. എക്സ് ആയിട്ട് നമ്മൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കാണാനും വേണ്ടിയിട്ട് എന്താണ് എക്സും ആയിട്ട് എന്താക്കണം അംശബന്ധത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ഇത് ഈ 2x:3x എന്നുള്ളത് 3 ആൺകുട്ടികൾ, ഇതാണ് ബോയ് ഇതാണ് ഗേൾ എന്നുണ്ടെങ്കിൽ 3 ആൺകുട്ടികൾ ചേരുകയാണ്. അതായത് 2x+3 3 പെൺകുട്ടികൾ എന്താണ് പോവാണ് 3x-3. ഓക്കെ, അങ്ങനെ സംഭവിക്കുമ്പോ എന്താണ് 1:1 ആയി. 1:1 എന്ന് പറയുമ്പോ എന്താണ് സെയിം ആവാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോ ഈ പറയുന്ന 2x+3 = 3x-3. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഈ 3x ഈ 2xനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 3+3 6 = x. എന്താണ് 6 എന്ന് കിട്ടും. അങ്ങനെ വരുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2x-ഉം 3x-ഉം ആയിരുന്നല്ലോ ആദ്യം ഉണ്ടായിരുന്നത്. അതായത് ആകെ കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ് 5x ആണ്. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ എക്സിന്റെ വാല്യൂ 5നോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അതായത് 5 × 6 30 ആണ് എന്ത് ആൻസർ. സോ